അജു വർഗീസ്, നീരജ് മാധവ്, ഗൗരി ആൻഡ് ഡയറക്ടർ വിഷ്ണു, വെൽക്കം ടു ദ ഷോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ജീവിതത്തിൽ ഒരു ലവ് ലെറ്റർ കിട്ടിയിട്ടുണ്ടോ? ഉണ്ടെന്ന് പറഞ്ഞ തന്തവൈ ബാബു ലെറ്റർ ഒക്കെ എഴുതുന്ന കാലത്ത് പ്രേമിച്ചു. എനിക്കില്ല ആക്ച്വലി ഇല്ലടാ. കൊടുത്തിട്ടുണ്ടോ? ഏതെങ്കിലും ഏറ്റിട്ടുണ്ടോ? ഇല്ല. വാ, വീട് കണ്ടത് അടിച്ചിട്ടുണ്ട്. ഓർമ്മയിലുള്ള ഒരു വരി പറയാമോ? ഐ ലവ് യു. ഇത് ഞാൻ പ്രതീക്ഷിച്ചു. വീണോട് പറഞ്ഞല്ല. എന്തിനായിരുന്നു ഈ പാവം പെണ്ണിനെ കൊണ്ട് സ്വപ്നം കാണിച്ചത്? അല്ല, എനിക്ക് ഇങ്ങനത്തെ മദ്യപിക്കാറില്ല, ഞാൻ വലിക്കാറില്ല, ഞാൻ നല്ല ക്യാരക്ടറാണ്, അതാണ് ഇതാണ്. ഐ വിൽ ബി എ ഗുഡ് സൺ ഇൻ ലോ ടു യുവർ മദർ ആൻഡ് ഫാദർ. വായിക്കുന്നേ നന്മത്തണ്ടി എന്ന് പറഞ്ഞിട്ട് അപ്പൊ തന്നെ 30 ഒഴിച്ചിട്ട് അപ്പൊ തന്നെ അടിച്ചത്. ചേട്ടന് വർക്ക് ആവില്ല എന്ന് തോന്നിയ ഒരു ക്യാരക്ടർ ഏതായിരിക്കും? എനിക്ക് വർക്കാവില്ല. സ്റ്റീഫൻ നെടുമ്പള്ളി. ഞാൻ എടുത്താ പൊങ്ങില്ലല്ലോ, പക്ഷെ എന്നോട് പറഞ്ഞില്ല. ഏതൊക്കെയോ അപ്പാർട്ട്മെന്റിൽ പോയി ഞാൻ തല കഴുകിയിട്ടൊക്കെ വരും. എനിക്ക് അതെ എഴുതിയിട്ട് പശു പോലെ എല്ലാം ചെയ്തിട്ട് ഇപ്പൊ പറയാം. എന്നിട്ട് എനിക്ക് കോൾഡ് വന്നു, സൈനസ് വന്നു, തലവേന വന്നു. വിഷ്ണു വരുമ്പോ RDXന്റെ ലുക്കിലായിരുന്നു. അപ്പം വിഷ്ണു ആകെ പറഞ്ഞൊരു കാര്യം, മുടി എന്തായാലും വെട്ടണം. നമ്മൾ ഈ 1.5 കൊല്ലം കൊണ്ട് വളർത്തിയ മുടി നമുക്ക് വെട്ടുമ്പോൾ ഉള്ളൊരു വിഷമമുണ്ടല്ലോ. ഈ പേര് കേട്ടപ്പോ എന്തൊരു സജഷൻ ഗൗരിയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു? അല്ല, എന്റെ സജഷൻ പറഞ്ഞിട്ട് മാറ്റാൻ പറ്റില്ല. കാര്യം പറഞ്ഞിട്ട് കാര്യമില്ല. ഗൗരി രാവിലെ വിഷ്ണു By the way, എനിക്ക് പേര് പിടിക്കില്ല. எனக்கு ஒண்ணு பிடிக்கல, நீ போ. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരു വീഡിയോ കണ്ടിരുന്നു, മോളുടെ കാതുകുത്ത്. അവൾക്ക് കാത് കുത്താൻ താല്പര്യമുണ്ടോ നമുക്ക് അറിയില്ലല്ലോ. അപ്പൊ എന്റെ അടുത്ത് ദീപ്തി ഇതേ ചോദ്യം ചോദിച്ചു. അപ്പൊ അവള് വേദനയൊക്കെ അറിയില്ല. അപ്പൊ ഞാൻ ഐക്യദാർഢ്യത്തിൽ ഞാനും കൂടെ കാത് കുത്തി. ഇങ്ങനെ 2 കാതും ഞാനും കുത്തി. അങ്ങനെ ഞങ്ങൾ 2 പേരും കൂടി. Learn CA, CMA, ACCA, CS from India's #1 faculty pool, III Commerce Academy. അജു വർഗീസ്, നീരജ് മാധവ്, ഗൗരി ആൻഡ് ഡയറക്ടർ വിഷ്ണു, വെൽക്കം ടു ദ ഷോ. ലവ് അണ്ടർ കൺസ്ട്രക്ഷൻ ആയതുകൊണ്ട് ഞാൻ കുറച്ച് ലവ് ചോദ്യങ്ങൾ ചോദിക്കട്ടെ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ജീവിതത്തിൽ ഒരു ലവ് ലെറ്റർ കിട്ടിയിട്ടുണ്ടോ? എനിക്കില്ല ആക്ച്വലി ഇല്ലടാ. കൊടുത്തിട്ടുണ്ടോ? കറക്റ്റ്. കൊടുത്തിട്ടുണ്ടോ? ഏതെങ്കിലും ഏറ്റിട്ടുണ്ടോ? ഇല്ല. വാ, നിങ്ങൾക്കൊക്കെയോ? കൊടുത്തിട്ടുണ്ടോ, ഏറ്റിട്ടുണ്ടോ? എന്താണ് അവസ്ഥ? ഗൗരിക്ക് എല്ലാം മെസ്സേജ് വഴിയാണ്. അപ്പൊ അങ്ങനെയല്ലേ? ഓക്കെ, ലവ് ലെറ്റർ ഏത് വഴി വേണല്ലോ, SMS, MMS, വാട്സാപ്പ്, എന്ത് വേണമെങ്കിലും. എന്തൊക്കെയോ അത് പറയുമ്പോ ഒരു ഇതിനങ്ങ് പറയുന്ന അതൊക്കെ വേണല്ലോ. അങ്ങനെ ഒരു ലവ് ലെറ്റർ. അതും ലവ് ലെറ്റർ ആണോ? യാ, DM-ൽ വരുന്നതും ലവ് ലെറ്റർ ആണോ? യാ, whatever കിട്ടിയിട്ടുണ്ട്. ഓർമ്മയിലുള്ള ഒരു വരി പറയാമോ? ഐ ലവ് യു. ഇത് ഞാൻ പ്രതീക്ഷിച്ചു. വീണോട് പറഞ്ഞല്ല. ഓക്കെ, വിഷ്ണു വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഉത്തരം പറയും. വിഷ്ണു കൊടുത്തിട്ടുള്ളതോ എഴുതിയിട്ടുള്ളതോ ആയ ഒരു ലവ് ലെറ്ററിലെ കൂച്ചി പൂച്ചി ബബ്ലി സ്കിബിഡി ജെൻസി ആണോ? ജെൻ ആൽഫ അല്ലായിരുന്നു. എന്തോ മെസ്സേജ് ഓർമ്മയുണ്ട്. ഇങ്ങനെ ശരിക്കും കിട്ടിയതാണോ? അടുത്ത ക്വസ്റ്റ്യൻ. എന്റെ പിന്നെ അല്ല, എനിക്ക് ഇങ്ങനത്തെ മദ്യപിക്കാറില്ല, ഞാൻ വലിക്കാറില്ല, ഞാൻ നല്ല ക്യാരക്ടറാണ്, അതാണ് ഇതാണ്. ഐ വിൽ ബി എ ഗുഡ് സൺ ഇൻ ലോ ടു യുവർ മദർ ആൻഡ് ഫാദർ. വായിക്കുന്നേ അപ്പൊ തന്നെ അവൻ റിജക്ട് ആയി. നന്മത്തണ്ടി എന്ന് പറഞ്ഞിട്ട് അപ്പൊ തന്നെ 30 ഒഴിച്ചിട്ട് അപ്പൊ തന്നെ അടിച്ചത്. ഒന്നും പറയാനില്ല, ഞാനൊരു പാവം ആണ്. ഇതൊക്കെ കേട്ടാൽ എനിക്ക് ഇതൊന്നും ഏക്കൂല്ല. ഈ സെറ്റിൽ വെച്ച് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിയ ഒരു സീൻ നിങ്ങൾക്ക് ആരെങ്കിലും ഉണ്ടോ? ഒരുപാട് ഉണ്ട്. ഒരു വെയിറ്റിംഗ് ഷെഡ് സീൻ. സംഭവം എന്ന് വെച്ചാല് അതിന് മൊത്തം കഥ അറിഞ്ഞൂടെ എപ്പോഴും. കഥ പോലും അറിയാതെ പക്ഷെ ആ സമയത്ത് ഒരു സിനിമയുടെ ഒക്കെ ആണെങ്കിൽ വായിച്ചു തീർക്കുക. 6 എപ്പിസോഡ് വായിക്കണ്ടേ? സമയം വേണ്ടേ? തൊട്ട് മുമ്പിലത്തെ 2 സീനിന്റെ മീറ്റർ അദ്ദേഹത്തിന് ധാരണയില്ല. പക്ഷെ ഈ സീനിൽ മാത്രം ഞാൻ ഈ മീറ്റർ പോയി വേറെ മീറ്റർ ഒന്നും. അപ്പൊ അത് ആ കൺഫ്യൂഷൻ, ഇത് പോകുന്നത് എന്തിനാ, ഇത് എന്തിനാ പോകുന്നത്.
അപ്പൊ അജു കൺവിൻസ്ഡ് അല്ലെങ്കിൽ അത് ചെയ്യുമ്പോൾ അത് കണ്ണിൽ അറിയാം, വ്യക്തമായിട്ട് അത് മനസ്സിലാവും. വിഷ്ണു പറയും കണ്ണ് ഡെഡാന്ന് പറയും. അത് ആദ്യമായിട്ട് എന്നോട് പറഞ്ഞൊരു സംവിധാനം വിഷ്ണു. അത് ഫാക്റ്റാ. കാര്യം അത് ഡൗട്ട് ഉണ്ടോ ചെയ്യുമ്പോൾ? ആണ്. കാര്യം ഞാനത് മറച്ചു വെക്കുക എൻ്റെ കണ്ണിൽ, പക്ഷെ അത് അദ്ദേഹം റീഡ് ചെയ്തു. പക്ഷെ എന്നിട്ട് അജുവിന്റെ വേർഷനിലും അത് ചെയ്തു. നമ്മളെല്ലാം എടുത്തു. ആ സ്പേസ് ഒരു ഡയറക്ടർ തരിക എന്നുള്ളത് ഇമ്പോർട്ടൻ്റാ. പക്ഷെ അത് എനിക്ക് തോന്നുന്നു ഡബ് ചെയ്തപ്പോഴും ഒക്കെ അതൊരു ഒരുപാട് സമയം എടുത്തു. ഗൗരിയോട് പെട്ടെന്ന് അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അപ്പൊ ഇതില് ഇങ്ങനെ കുളിക്കാനുള്ള തയ്യാറെടുപ്പിൽ മുടിയൊക്കെ എണ്ണയൊക്കെ തേച്ച് ഇരിക്കുന്ന സമയത്ത് ഒരു കണ്ടിന്യൂവേഷൻ ഷോട്ട് പോലെ അങ്ങനെ പറഞ്ഞപ്പോ അങ്ങനെ പറഞ്ഞു പോയി. ഓക്കെ, ഒരു നാച്ചുറൽ റിയാലിറ്റി പോലെ ഒരു 15 എനിക്കെന്നറിയൂടാ. വീട്ടിൽ നിന്ന് കുളിക്കാൻ തയ്യാറായി എണ്ണ തേച്ച് ഇറങ്ങി വരുന്ന പോലെയാണ് അത് പ്ലാൻ ചെയ്തത് സ്ക്രിപ്റ്റില് പക്ഷെ ഇത് കഴിഞ്ഞ് ഇറങ്ങിയതിന് ശേഷം ഉള്ള സീൻ കുറെ ഉണ്ട്. കുറെ എല്ലാ ദിവസവും ഇവിടെ എണ്ണ തേച്ചിട്ട് എന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കും. വിഷ്ണു സിമ്പിൾ ആയിട്ട് ഒന്ന് പറയും, ആ ഇത് മറ്റേ എണ്ണ തേച്ച് കഴിഞ്ഞിട്ടുള്ളതാ. എന്നിട്ട് യു വോണ്ട് ബിലീവ് ഇറ്റ്, ഞങ്ങൾ അവിടെ ഒരു ഫ്ലാറ്റ് കോംപ്ലക്സിന്റെ സമയത്താ ഏതൊക്കെയോ അപ്പാർട്ട്മെന്റിൽ പോയി ഞാൻ തല കഴുകിയിട്ടൊക്കെ വരും. അത് കഴിഞ്ഞിട്ട് വേറെ സീൻ എടുക്കണ്ടേ? ഡ്രൈ ആയിട്ട് വേറെ സീൻ. അപ്പൊ എന്റെ മുടി മറ്റേ എണ്ണ തേച്ച് പരിവം മറ്റേ കുറെ പോയി. എനിക്ക് അതെ എഴുതിട്ട് പശു പോലെ എല്ലാം ചെയ്തിട്ട് ഇപ്പൊ പറയാം. എന്നിട്ട് എനിക്ക് വരാത്ത അസുഖങ്ങളില്ല. കോൾഡ് വന്നു, സൈനസ് വന്നു, തലവേന വന്നു. ഇവർക്ക് ഇതിന്റെ ആരും ഹൗ ആർ യു ഗൗരി കുഴപ്പമുണ്ടോ ഒന്നും ചോദിക്കാനില്ല. അവർക്ക് വിഷ്ണുവിന്റെ ഇത് കഴിഞ്ഞ എനിക്ക് അരമണിക്കൂർ സമയം പോലും തരുന്നു. ഞാൻ പറഞ്ഞു എനിക്ക് തല കുളിക്കണം, എനിക്ക് വളരെ തിക്ക് ഹെയർ ആണ്, ഞാൻ കഷ്ടപ്പെട്ട് ഞാൻ എൻ്റെ ഹെയറിനെ ഞാൻ ടേക്ക് കെയർ ചെയ്തിട്ട് നിങ്ങൾ എൻ്റെ സ്കാൽപ്പ് ഫുൾ ഡ്രൈ ആക്കുകയാണ്. ഇത് സിനിമയല്ല വെബ് സീരീസ് കാണുമ്പോൾ ആർക്കും അതെ അല്ല എന്നെ കഷ്ടപ്പെട്ട് അല്ല ശരിക്കും ഞാനത് കഷ്ടപ്പെട്ടു. ഇത് എല്ലാരും അറിയണം. നീരജിനെ എപ്പോഴെങ്കിലും കാണുമ്പോൾ പറയണമെന്ന് വിചാരിച്ചു. വളരെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ കണ്ടിരുന്നു, മോളുടെ കാതുകുത്ത്. അത് നിങ്ങൾ എല്ലാവരും കണ്ടില്ലേ ആ വീഡിയോ? ഇല്ലേ, ഭയങ്കര സന്തോഷം തോന്നുന്ന ഒരു വീഡിയോ ആയിരുന്നു. സാധാരണ നമ്മളൊക്കെ കുട്ടികളെ വളരെ ചെറിയ പ്രായത്തിലേക്ക് കാതുകുത്തിക്കും. എന്തുകൊണ്ടായിരുന്നു അത്രയും വൈകിച്ചത്? നമ്മൾ ഈ ചടങ്ങുകളൊക്കെ നമ്മളുടെ ഇതിനു വേണ്ടി നടത്തുന്നു. 6 മാസത്തിൽ കാതുകുത്തിയിട്ട് അവള് അറിയാൻ പോലും പോകുന്നില്ല. ഇപ്പം ഞാൻ വിചാരിച്ചു ഇത് അവൾക്കൊരു കോർ മെമ്മറി ആയിട്ട് അവൾ ഏൺ ചെയ്തതായിട്ട് തോന്നിക്കോട്ടെ എന്നുള്ളൊരു സാധനം. അപ്പോൾ സ്കൂളിലൊക്കെ പോയി തുടങ്ങി അവൾക്ക് അവൾക്ക് കാത് കുത്താൻ താല്പര്യമുണ്ടോ നമുക്കറിയില്ലല്ലോ. അപ്പോൾ അവള് സ്കൂളിലൊക്കെ പോയിട്ട് അവളുടെ ഫ്രണ്ട്സിനൊക്കെ കമ്മലൊക്കെ കണ്ടു തുടങ്ങിയപ്പോൾ ഇങ്ങനെ ചോദിച്ചു. അപ്പോൾ അതിലൊരു രസമുണ്ടല്ലോ എന്നാൽ നമുക്ക്. അപ്പോൾ എൻ്റെ അടുത്ത് ദീപ്തി ഇതേ ചോദ്യം ചോദിച്ചു. അപ്പോൾ അവള് വേദനയൊക്കെ അറിയില്ല. അപ്പോൾ ഞാൻ ഐക്യദാർഢ്യത്തിന് ഞാനും കൂടെ കാത് കുത്തി, ഇങ്ങനെ 2 കാതും ഞാനും കുത്തി. അങ്ങനെ ഞങ്ങൾ 2 പേരും കൂടി 2 കുത്തി. ചേട്ടാ ഇതുപോലെ ചേട്ടന്റെ മകളുടെ ജീവിതത്തിലെ ഡോക്യുമെന്റ് ചെയ്ത ഒരു സംഭവം എന്തായിരിക്കും? ഇങ്ങനെ കാതുകുത്ത് പോലെ ജേക്കബിന്റെ സ്വർഗ്ഗരാജ്യത്തിലെ പാട്ട്. എന്താ പിള്ളേരുണ്ട് ആ പാട്ടിൽ എൻ്റെ കൂടെ. ഓ യെസ് അത് ചേട്ടന്റെ ഭയങ്കര ഡോക്യുമെന്റഡ്. ഓ മൈ ഗോഡ്, സിനിമയിലൂടെ ആ ചെലവ് ലാഭിച്ചു. ബുദ്ധിയുണ്ടോ നിങ്ങളുടെയൊക്കെ? അവർ ശമ്പളവും വാങ്ങിച്ചു. അതെ, നോബിൾ അവർക്ക് ശമ്പളം കൊടുത്തായിരുന്നു. പിള്ളേർക്ക് കൊടുത്തോ? എത്ര രൂപ കൊടുത്തു ചേട്ടാ? വാങ്ങി ഓർക്കുന്നില്ല, ഞാൻ എടുത്തേ. ഈ കഥ കൺവിൻസ് ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ ക്യാരക്ടറിനെ കൺവിൻസ് ചെയ്യാനോ സംവിധായകന് ഭയങ്കരമായി ബുദ്ധിമുട്ട് എടുക്കേണ്ടി വന്നിട്ടുണ്ടോ? ആക്ച്വലി ആ സമയത്ത് എനിക്ക് അങ്ങനെ ഒരു സാധനം ചെയ്യാനായിരുന്നില്ല എൻ്റെ ഒരു ആഗ്രഹം. മറ്റേ ഞഞ്ചക്കൊക്കെ കയ്യിൽ നിന്ന് ഇറങ്ങാതെ ഇങ്ങനെ നിൽക്കുമായിരുന്നു. അപ്പം ഞാൻ വേറെ കുറച്ച് പരിപാടികളിൽ ഇങ്ങനെ മൈൻഡിൽ നിൽക്കുമായിരുന്നു. അപ്പം ഞാൻ വിഷ്ണുവോട് പറഞ്ഞു, അളേ ഇത് പരിപാടി ഭയങ്കര രസമുണ്ട്, പക്ഷേ എനിക്ക് അറിയില്ല ഞാൻ ഇതിലോട്ട് ഇപ്പം ഇതാണോ എനിക്ക് ചെയ്യേണ്ടതെന്ന്. അങ്ങനെ ഞാൻ സത്യം പറഞ്ഞാൽ ആദ്യം ഒരു ഇതിൽ നിൽക്കുമായിരുന്നു. ഡബിൾ മൈൻഡിൽ ഞാൻ ഒരു പക്ഷേ വിട്ടേക്കാന്നുള്ള ലെവല്. പക്ഷെ വിഷ്ണുവിന്റെ ഒരു കോളാണ് അത് മാറ്റിയത്. വിഷ്ണു പറയുന്നത് നീരജ് ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ മേക്ക് എ ഡിഫറൻസ് എന്ന് പറയുന്ന ഒരു സംഭവം വിഷ്ണു എന്നെ കൺവിൻസ് ചെയ്ത് ഒരു കോളില്. അപ്പം അതിപ്പോ കറക്റ്റ് ആയിരുന്നു എന്ന് എനിക്ക് എന്റെ ഡിസിഷൻ കറക്റ്റ് അല്ല, ഐ മീൻ ഐ താങ്ക് ഹിം ഫോർ ആഡിയക്സിന്ന് പെട്ടെന്ന് ഒരു കോൺട്രാസ്റ്റ് സാധനം വരുമ്പോഴേ അത് എല്ലാ ആർട്ടിസ്റ്റിനും ഉള്ളതായിരിക്കും. ഒരു സാധനം വർക്ക് ആകുമ്പോൾ ചിലപ്പോൾ അതിന്റെ റൂട്ടിൽ ഒന്ന് ട്രാവൽ ചെയ്യാന്ന് ചിന്തിക്കുന്നത് നോർമലാണ്. ആരെങ്കിലും വേണം ഒന്ന് പറഞ്ഞു മാറ്റാൻ. ചേട്ടനായിട്ടാ എങ്ങനെ വരുന്ന എല്ലാ കഥകളെയും ചേട്ടൻ സ്നേഹത്തോടെ വാരി പുണരാറുണ്ടോ, അതോ ചില കഥകളോട് വേണ്ട താല്പര്യമില്ല എന്ന് പറയാറുണ്ടോ? വർക്കാവാത്തത് പറയും. അങ്ങനെ ചേട്ടന് വർക്ക് ആവില്ല എന്ന് തോന്നിയ ഒരു ക്യാരക്ടർ ഏതായിരിക്കും? എനിക്ക് വർക്കാവില്ല. സ്റ്റീഫൻ നെടുമ്പള്ളി.
ഞാൻ എടുത്താ പൊങ്ങില്ലല്ലോ. കറക്റ്റാ ചേട്ടാ. പക്ഷെ എന്നോട് പറഞ്ഞില്ല. ഇല്ലേ? അത് മാത്രമുള്ള ഒരു വ്യത്യാസം. ഞാൻ ഇനി ഒരു കാര്യം ചോദിച്ചാൽ സത്യം പറയോ, ഈ പറയുന്നതിൽ ഏറ്റവും ബുദ്ധിമുട്ടിൽ മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടിയ ആക്ടർ ആരാണ്? ആക്ടർ എന്ന് പറഞ്ഞില്ലെങ്കിൽ വീണ പേര് പറയാറ്. അങ്ങനെ ആരെയും മാനേജ് ചെയ്യാൻ പാടൊന്നുമില്ല. നമ്മളൊക്കെ ഈ പ്രോജക്റ്റ് ഞാൻ ഏറ്റവും എൻജോയ് ചെയ്ത ഭയങ്കര വർക്കിംഗ് സ്പേസ് അടിപൊളിയായിരുന്നു. സെറ്റിൽ ഏറ്റവും രാവിലെ വരികയും ഏറ്റവും അവസാനം പോവുകയും ചെയ്യുന്ന താരം ഇതിലാരാണ്? അവസാനം പോകുന്ന സീൻ അനുസരിച്ചിരിക്കും. രാവിലെ ഇത് മലയാളം ഇംഗ്ലീഷിൽ വായിച്ച് പഠിക്കണമല്ലോ. അതെ, അതുകൊണ്ട് വരാറുണ്ട്. പക്ഷെ ജോക്സ് അപ്പാർട്ട് ഞാനത് ആ ട്രോഫി അജുവിന് കൊടുക്കും. പഞ്ച്വാലിറ്റി എന്ന് പറഞ്ഞൊരു ടെററായി മാറ്റാൻ മനുഷ്യനാണ്. ഡബിനൊക്കെ പഞ്ച്വാലിറ്റി വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഡബിന് 9 മണി ഡബ് പറയുമ്പോൾ പുള്ളി 8:50 വരും. കാര്യം 10 മിനിറ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് 9 റെഡി ആവാൻ വേണ്ടിയിട്ട്. ഇന്ന് വരെ ആരും ഇതെന്നോട് ഈ സത്യം പറഞ്ഞിട്ടില്ലായിരുന്നു. അത് ചേട്ടന് എത്രയോ ഇന്റർവ്യൂസ് നമ്മൾ എടുത്തേക്ക്, നല്ല ചേട്ടാ എത്രയോ പേരെ കൂടെ ഇരുത്തിയിട്ട് ആരും ഇത്രയും നല്ലത് ഇന്ന് വരെ ചേട്ടനെ പറഞ്ഞിട്ടില്ല. ആദ്യമായിട്ട് ഈ പടത്തിൽ നന്നാവാൻ തീരുമാനിച്ചു. അല്ലാട്ടോ, പക്ഷെ നിങ്ങൾ എല്ലാവരും ഇങ്ങനെ ഹോട്ട്സ്റ്റാർ അല്ലെങ്കിൽ നെറ്റ്ഫ്ലിക്സ്, ആമസോൺ ഇതിലെല്ലാത്തിലും പല പല വെബ് സീരീസ് ചെയ്ത് വളരെ സുപരിചിതരായ ആൾക്കാരാണ്. അതുകൊണ്ട് സംവിധായകന് വരെ എന്തെങ്കിലും ക്ലാസ് ഒക്കെ തന്നിരുന്നു? ക്ലാസ് എടുക്കാൻ അങ്ങോട്ട് ചെല്ലി. അതെ, വിഷ്ണുവിനോടാ കളി. ചൂടനാ. നീരജ് എന്തോ വളരെ മിണ്ടാതിരിക്കുന്നേ. അല്ല, എനിക്ക് ട്രിക്ക് അറിയാം. അതെന്താ? ആളെ വീട്ടിൽ കൊണ്ടുപോയിട്ട് വർക്ക് ചെയ്താലും നടക്കും. സ്പോട്ടിൽ വന്നിട്ടൊന്നും അഭിപ്രായം പറഞ്ഞ ഒരു കാര്യമില്ല. റൂമിൽ കൊണ്ടുപോയി ചർച്ച ചെയ്താലേ എന്തെങ്കിലും നടക്കും. അപ്പൊ അതുകൊണ്ട് അങ്ങനെ പല കാര്യങ്ങളും ഇവര് തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ വരുന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഒരേ അഭിപ്രായത്തിൽ പോകുന്നതാണ്. നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഇൻഫ്ലുവൻസ് ചെയ്ത ഒരു സെലിബ്രിറ്റി ആർട്ടിസ്റ്റ് ഉണ്ടോ? കോറായിട്ട് പറയുകയാണെങ്കിൽ എൻ്റെ ചൈൽഡ്ഹുഡ് മെമ്മറിയിൽ എന്നെ ഏറ്റവും ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളത് A.R. റഹ്മാനും പ്രഭുദേവയാണ്. പാട്ടിന്റെ വഴിയായിരുന്നു അന്നേ നമ്മൾ ചൂസ് ചെയ്തത്. അതെ, കാരണം എൻ്റെ ഒരു ആർട്ടിസ്ട്രീനെ ഷേപ്പ് ചെയ്തിരിക്കുന്ന ഈ രണ്ടുപേരുടെ മ്യൂസിക് ഡാൻസ് എന്ന് പറയുന്ന ഒരു ഭയങ്കര, ഞാൻ മലയാള സിനിമകളെക്കാൾ കൂടുതൽ അന്ന് ഈ തമിഴ് സിനിമയൊക്കെ ആയിരുന്നു കണ്ടുകൊണ്ടിരുന്നത്. കാതലൻ, തമിഴ് പടമൊക്കെ അന്ന് മറ്റേ ബി ഗ്രേഡ് തിയേറ്ററിലൊക്കെയാണ് അന്ന് ഇറങ്ങിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഈ രാസയ്യ എന്ന് പറഞ്ഞ പടമൊക്കെ ഉണ്ട്, അതൊക്കെ ഞാൻ ഓല കഴിഞ്ഞ തിയേറ്ററിലൊക്കെ പോയിട്ട് കണ്ടതൊക്കെ അച്ഛനായിട്ട് അടി കൂടിയിട്ട്, ലൈക്ക് ചെറിയ കുട്ടിയാകുമ്പം. സിനിമയിൽ വന്നതിന് ശേഷമുള്ളത് പിന്നെ അത് മാറിക്കൊണ്ടേ ഇരിക്കുകയാണ്. അങ്ങനെ ഒരാളെ എനിക്ക് പറയാൻ പറ്റില്ല. എനിക്ക് ചോദ്യത്തിന് ഉത്തരം ഇപ്പോഴേ മനസ്സിലായി. ഞാൻ 2 ഉത്തരം പറഞ്ഞോട്ടെ. അതായത് എനിക്ക് 2 പേരുണ്ട്. അതിപ്പോ ഫ്ലാഷ് ബാക്ക് പറഞ്ഞുകൊണ്ടാണ് എനിക്ക് സാധനം ഓർമ്മ വന്നത്. അത് ഇൻഫ്ലുവൻസ്ഡ് ആയെന്നൊന്നും പറയാനില്ല. പക്ഷെ ഇപ്പോഴും എനിക്ക് ഭയങ്കര കൗതുകമുള്ള ഒരു കഥാവശേഷൻ സിനിമ, വീട്ടുകാരുടെ സിനിമ തിയേറ്ററിൽ കാണാൻ പോയി. ഞാൻ അന്ന് ഒരു വീട്ടിൽ വന്നിട്ട് ഞാൻ ഒന്നുകൂടെ കാണണമെന്നും പറഞ്ഞ് അടുത്ത ദിവസം ശ്രീകുമാർ തിയേറ്ററിൽ മാച്ചിനിക്ക് ഞാൻ ഒറ്റയ്ക്ക് അച്ഛൻ കൊണ്ടാക്കി. ആ പ്രായത്തിൽ ആ പടം എങ്ങനെ എനിക്ക് ഇത്രയും വർക്കായെന്ന് എനിക്കറിയില്ല. അത് കഴിഞ്ഞ് ആ സമയത്ത് അന്ന് മാക്റ്റ് അല്ലേ, ഫെഫ്കയ്ക്ക് മുമ്പ് മാക്റ്റ് ആയിരുന്നല്ലോ. മാക്റ്റയുടെ ഒരു ഫംഗ്ഷന് TV ചന്ദ്രൻ സാർ വരുന്നുണ്ടെന്ന് പറഞ്ഞ് ഞാൻ അച്ഛനൊക്കെ പോകുന്നുണ്ടായിരുന്നു. തിരൂര് പുള്ളിയെ കാണാൻ വേണ്ടി പോയി. അപ്പൊ എനിക്ക് ഇപ്പോഴും അത് ഭയങ്കര കൗതുകം. ഒരു ഡയറക്ടർ എന്നുള്ള ആളുടെ അടുത്ത് എനിക്ക് ആ പ്രായത്തിൽ 8th 9th 10th ആണ്. അപ്പൊ ആ സമയത്ത് ഈ പടം വർക്കാവുകയും ഞാൻ സെക്കൻഡ് ടൈം പോയി കാണുകയും, ഇതിപ്പോ നമ്മൾ ആരെയും കാണിക്കാൻ വേണ്ടി ചെയ്യുന്നല്ലോ, പുള്ളിയെ കാണാൻ വേണ്ടി ഞാൻ അവിടെ ചെന്ന് പുള്ളിയോട് ഞാൻ പടം കണ്ടു, ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് അതെനിക്ക് ഇപ്പോഴും എന്താ അന്ന് സംഭവിച്ചെന്ന് എനിക്കറിയില്ല. പിന്നെ അല്ലാതെ എന്നൊരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് എന്നെ ഏറ്റവും കൂടുതൽ ഇപ്പൊ അടുത്ത കുറെ വർഷങ്ങളായിട്ട് എന്നെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു വ്യക്തി മഹേഷ് നാരായണനാണ്. അത് ചേട്ടന്റെ ജീവിതത്തിൽ എന്താണ് അങ്ങനെ ഒരു ഇൻഫ്ലുവൻസ് ചെയ്ത വ്യക്തി ആരായിരിക്കും? വിനീത് ശ്രീനിവാസന്റെ അടുത്ത് നമുക്ക് തുടങ്ങാം. വിനീത് തന്നെ അങ്ങനെ ഇൻഫ്ലുവൻസ് ഇൻഫ്ലുവൻസ് ചെയ്ത് ഒരിക്കലും നമുക്ക് അങ്ങോട്ട് എത്താൻ പറ്റില്ല. നേരത്തെ ഗൗരിക്ക് മെസ്സേജ് അയച്ച ആളെ പോലെ ആയിരിക്കും BS. പുള്ളി ഇത് എനിക്കങ്ങനെ പുള്ളിയെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ട് പക്ഷെ നടപടിയായിട്ടില്ല. പക്ഷെ അങ്ങനെയല്ലേ നമ്മളൊക്കെ ശ്രമിച്ചിട്ടുള്ളല്ലോ കുഞ്ഞിരാമായണം ചെയ്യുമ്പോൾ. ഇല്ല, അങ്ങനെ അതൊരു വലിയ ഉത്തരവായി പോകും. നമുക്ക് ഓരോ സമയങ്ങളിലും എന്തെങ്കിലുമൊക്കെ ആരെങ്കിലുമൊക്കെ ഒരു ചെറുപ്പത്തിലെ സെലിബ്രിറ്റി എന്നല്ലേ ചോദിച്ചത്? ആരുടെ ഫാനായിരുന്നു? മമ്മൂക്കയുടെ ആയിരുന്നു. 6-ാം തമ്പുരാൻ കാണുന്നവരെ 6-ാം തമ്പുരാൻ കണ്ട മൊമെന്റിലാണ് ഫ്ലിപ്പായി അപ്പുറത്തോട്ട് ലാലേട്ടനിലേക്ക് മാറിയത്. ഈ ചേട്ടനെ അഭിനയിച്ച എല്ലാ സിനിമകളും എല്ലാ OTT റിലീസുകളും വളരെ ഗംഭീരമായിരുന്ന റിലീസുകളാണ്. അപ്പൊ ഫെബ്രുവരി 28-ന് ജിയോ പ്ലസ് ഹോട്ട്സ്റ്റാറിൽ LUC ഇറങ്ങുമ്പോൾ ടെൻഷൻ ഉണ്ടോ? ഞാൻ വളരെ തൃപ്തികരമായി ചെയ്തപ്പോഴും ഡബ് ചെയ്തപ്പോഴും ഇപ്പോഴും
വളരെ ഹാപ്പി ആയിട്ട് പ്രേക്ഷകരിലോട്ട് ഒരു പ്രൊഡക്റ്റ് വളരെ ഹാപ്പി ആയിട്ട് തന്നെ കൊടുക്കാൻ പറ്റുന്ന ആണ്. അപ്പൊ ഏതായാലും ഫെബ്രുവരി 28 ജിയോ ഹോട്ട്സ്റ്റാറിൽ ലവ് അണ്ടർ കൺസ്ട്രക്ഷൻ അഥവാ LUC ഇറങ്ങുകയാണ്. ഏതായാലും വെബ് സീരീസ് വളരെ ഗംഭീരമാവട്ടെ, എല്ലാവരും വളരെ നല്ല അഭിപ്രായങ്ങൾ പറയട്ടെ, ഒരുപാട് വെബ് സീരീസുകൾ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കട്ടെ, അല്ലെങ്കിൽ ഉണ്ടാകട്ടെ, നല്ല സിനിമകളും ഉണ്ടാകട്ടെ. ഓൾ ദ വെരി ബെസ്റ്റ് ഗൈസ് ആൻഡ് താങ്ക് യു. Learn CA, CMA, ACCA, CS from India's #1 faculty pool, III Commerce Academy.